ഒരുപാട് കാലങ്ങളായിട്ട് മനുഷ്യൻ ബഹിരാകാശത്തിനെ നിരീക്ഷിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ബഹിരാകാശം എന്നത് നമുക്ക് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഈ അത്ഭുതത്തിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അതിയായ ജിജ്ഞാസ കാരണമാണ് നമ്മൾ പല ബഹിരാകാശ പേടകങ്ങളെ അയച്ചത്. 1957 സോവിയറ്റ് യൂണിയനാണ് ആദ്യമായിട്ട് ഒരു പേടകത്തിനെ വിജയകരമായി ബഹിരാകാശത്തിലെത്തിച്ചത്. സ്പുട്നിക് 1 എന്നായിരുന്നു അതിൻ്റെ പേര്. അന്ന് നമ്മൾ ഭൂമിക്ക് പുറത്ത് എന്താണുള്ളതെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയതേയുള്ളൂ. അതിനുശേഷം പിന്നെ തുടർച്ചയായി നമ്മൾ പേടകങ്ങളെ വിക്ഷേപിക്കാൻ തുടങ്ങി. ഇപ്പോൾ 11,000-ൽ കൂടുതൽ പേടകങ്ങളെ മനുഷ്യൻ ബഹിരാകാശത്തിൽ എത്തിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം വളരെ മികച്ച ധാരാളം ഒബ്സർവേറ്ററികളും ഇന്ന് നമ്മൾ ലോകമെമ്പാടും സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ അതിരില്ലാത്ത സങ്കല്പത്തിനും അപ്പുറത്തുള്ള കാര്യങ്ങളായിരുന്നു ഈ പേടകങ്ങളും ഒബ്സർവേറ്ററികളും നമുക്ക് കാണിച്ചു തന്നത്. ഇവയിലൂടെയാണ് നമ്മൾ നമ്മുടെ സൗരയൂഥത്തിനെക്കുറിച്ചും പ്രപഞ്ചത്തിനെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കിയതു തന്നെ. അങ്ങനെ അവ പകർത്തിയ നമ്മെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ചില ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 500 കോടി വർഷങ്ങളായിട്ട് നമ്മുടെ നക്ഷത്രമായ സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ സൂര്യൻ വളരെ സ്ഥിരതയോടുകൂടിയാണ് നിലനിൽക്കുന്നത്. എന്നാൽ സൂര്യന്റെ അന്തരീക്ഷത്തിലുള്ള പ്ലാസ്മയുടെ നിരന്തരമായ ചലനം കാരണം സൂര്യന്റെ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡും ചിലയിടങ്ങളിൽ വളരെ സങ്കീർണമായിട്ട് വലിച്ചു നീട്ടപ്പെടുകയും കുരുങ്ങുകയും ചെയ്യും. അതായത് ഒരു റബ്ബർ ബാൻഡിനെ എടുത്ത് നമ്മൾ വലിച്ചു നീട്ടുന്നത് പോലെ. ഈ കുരുങ്ങുന്ന ഇടത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സൂര്യന്റെ ഉപരിതലത്തിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ പിടിച്ചെടുക്കുകയും അതിനെ ശേഖരിച്ച് വയ്ക്കുകയും ചെയ്യും. എന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ വലിച്ചു നീട്ടുന്ന റബ്ബർ ബാൻഡ് പൊട്ടുന്നത് പോലെ ഈ കുരുങ്ങിയ മാഗ്നറ്റിക് ഫീൽഡിന്റെ സമ്മർദ്ദവും അധികമാവുകയും ഒടുവിൽ അത് തകരുകയും ചെയ്യും. അപ്പോഴത് ശേഖരിച്ചു വെച്ചിരുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസും പ്ലാസ്മയും എനർജിയുമൊക്കെ പുറത്തു വന്ന് ബഹിരാകാശത്തിലേക്ക് ചിതറിപ്പോകും. ഇതിനെയാണ് നമ്മൾ സോളാർ ഫ്ലെയർ എന്ന പ്രതിഭാസം എന്ന് പറയുന്നത്. നാസ 2010 അയച്ച സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി എന്നൊരു പേടകം 2012 നടന്ന ഒരു സോളാർ ഫ്ലെയറിന്റെ ചിത്രം പകർത്തി. ഈ ചിത്രത്തിൽ സൂര്യന്റെ അന്തരീക്ഷത്തിൽ നിന്നും വലിയ തോതിലുള്ള പ്ലാസ്മ വമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം വലുതാണെന്ന് ചോദിച്ചാൽ അതിനെ നമ്മുടെ ഭൂമിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാകും. ഇതിലുള്ള പ്ലാസ്മ ഭൂരിഭാഗവും സൂര്യനിലേക്ക് തന്നെ തിരിച്ചു വീണു. പക്ഷേ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ദൂരം വരെ എത്തിയിട്ടാണ് തിരിച്ചു വീണത്. സെക്കൻഡിൽ 1500 കിലോമീറ്റർ വേഗതയിലാണ് ഈ പ്ലാസ്മ സൂര്യനിൽ നിന്നും വമിച്ചത്. പക്ഷേ ഇത്തരം സോളാർ ഫ്ലെയറുകൾക്ക് നമ്മുടെ ചില ബഹിരാകാശ പേടകങ്ങളെ തകരാറിലാക്കാൻ കഴിയുമെന്നല്ലാതെ പൊതുവെ നമ്മുടെ ഭൂമിക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാക്കാറില്ല. 4000-ൽ കൂടുതൽ എക്സോ പ്ലാനറ്റുകളെ ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് സൗരയൂഥത്തിന് പുറത്ത് പ്രപഞ്ചത്തിൽ മറ്റെവിടെയുമുള്ള ഗ്രഹങ്ങൾ. ശരിക്കും എക്സോ പ്ലാനറ്റ്സിന്റെ ചിത്രങ്ങളൊന്നും തന്നെ നമുക്ക് നേരിട്ട് പകർത്താനാകില്ല. പകരം ട്രാൻസിറ്റ് പോലെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ എക്സോ പ്ലാനറ്റ്സിന്റെ നിലനിൽപ്പ് സ്ഥിരീകരിക്കുന്നത്. അതായത് നക്ഷത്രത്തിന് മുന്നിലൂടെ ഒരു ഗ്രഹം കടന്നു പോകുമ്പോൾ ആ നക്ഷത്രത്തിന്റെ പ്രകാശം വളരെ ചെറുതായിട്ട് മങ്ങും. അപ്പോഴവിടെ ഒരു ഗ്രഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിലൂടെ നക്ഷത്രങ്ങളുടെ അടുത്തുള്ള ഗ്രഹങ്ങളെ മാത്രമേ സാധാരണ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ 2020 അറ്റാക്കാമ മരുഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന വെരി ലാർജ് ടെലസ്കോപ്പിലൂടെ ESA ഒരു അതിശയിപ്പിക്കുന്ന ചിത്രം പകർത്തി. ഇത് ഏകദേശം 310 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു സ്റ്റാർ സിസ്റ്റത്തിന്റെ നേരിട്ട് പകർത്തിയ ചിത്രമാണ്. TYC8998 എന്നാണ് ഈ സിസ്റ്റത്തിന്റെ പേര്. ഈ നക്ഷത്രത്തിന്റെ വലിപ്പം, മാസ്, താപനില, പ്രകാശം അങ്ങനെ ഭൂരിഭാഗം സവിശേഷതകളും ഏകദേശം നമ്മുടെ സൂര്യന് തുല്യമാണ്. പക്ഷേ ഇതിന്റെ പ്രത്യേകത മറ്റൊന്നാണ്. ഇതിന് ചുറ്റും നിലനിൽക്കുന്ന 2 ഗ്രഹങ്ങളുടെ ചിത്രവും കൂടെ പകർത്താൻ സാധിച്ചു. ഈ കാണുന്ന 2 പുള്ളികളാണ് അതിന്റെ ഗ്രഹങ്ങൾ. ബാക്കി കാണുന്ന പുള്ളികളൊക്കെ വിദൂരത്തിലുള്ള നക്ഷത്രങ്ങളാണ്. 2 ഗ്രഹങ്ങളും വാതക ഭീമൻ ഗ്രഹങ്ങളാണ്. ഒന്നാമത്തെ ഗ്രഹത്തിന് നമ്മുടെ ജൂപ്പിറ്ററിന്റെ 3 മടങ്ങ് വലിപ്പവും 14 മടങ്ങ് മാസമുണ്ട്. അതതിന്റെ നക്ഷത്രത്തിൽ നിന്നും 162 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ സൂര്യനിൽ നിന്നും നെപ്റ്റ്യൂൺ വരെയുള്ള ദൂരത്തിന്റെ 5 മടങ്ങ് ദൂരത്തിൽ.
രണ്ടാമത്തെ ഗ്രഹം നിലനിൽക്കുന്നത് 320 ഓസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലാണ്. എന്നുവെച്ചാൽ സൂര്യനിൽ നിന്നും നെപ്റ്റ്യൂൺ വരെയുള്ള ദൂരത്തിന്റെ 11 മടങ്ങ് ദൂരത്തിൽ. അതിന് ജൂപ്പിറ്ററിന്റെ 6 മടങ്ങോളം മാസുണ്ട്. ശരിക്കും സാധാരണഗതിയിൽ നക്ഷത്രത്തിൽ നിന്നും ഇതുപോലെ ഒരുപാട് അകലെയുള്ള ഗ്രഹങ്ങളെ കണ്ടുപിടിക്കുക എന്നത് ഏകദേശം അസാധ്യമായ കാര്യമാണ്. എന്നാൽ ഈ ഗ്രഹങ്ങളുടെ അസാമാന്യമായ വലിപ്പവും അവ നിലനിൽക്കുന്ന ദിശയും കാരണമാണ് അവയെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്. 1982 സോവിയറ്റ് യൂണിയൻ വെനറ 13 പേടകം വീനസ് ഗ്രഹത്തിന്റെ നരകതുല്യമായ ഉപരിതലത്തിൽ ഇറക്കി. 480 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്ന താപനിലയും ഭൂമിയുടെ 100 മടങ്ങ് കട്ടിയുള്ള വീനസിന്റെ അന്തരീക്ഷത്തിന്റെ അതികഠിനമായ അന്തരീക്ഷ സമ്മർദ്ദവും ഇതിനൊക്കെ പുറമെ ആസിഡ് മഴയും കാരണം വീനസിന്റെ ഉപരിതലത്തിൽ ഒരു പേടകത്തിന് ഇറക്കുക എന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും രൂക്ഷമായ അവസ്ഥകൾ ഉള്ളതുകൊണ്ട് തന്നെ വെറും 2 മണിക്കൂറുകളും 7 മിനിറ്റുകളും മാത്രമാണ് വീനസിന്റെ അന്തരീക്ഷത്തിനുള്ളിൽ പ്രവേശിച്ച ശേഷം ഇത് പ്രവർത്തിച്ചത്. പക്ഷേ ഇത് പ്രവർത്തനരഹിതമാകുന്നതിന് മുൻപ് വീനസിന്റെ മനോഹരമായ അതിശയിപ്പിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ വെനറ പകർത്തി തിരിച്ചയച്ചു തന്നിരുന്നു. ഇത് വീനസിലെ ഫീബി റീജിയോ എന്നൊരു വലിയ നിർജീവമായ സമതല പ്രദേശത്തിന്റെ ചിത്രമാണ്. മരുഭൂമി പോലെ കിടക്കുന്ന ഈ പ്രദേശം മുഴുവൻ ഇരുണ്ട ഇഗ്നിയസ് റോക്ക് അഥവാ ആഗ്നേയ ശിലകളാൽ നിറഞ്ഞതാണ്. അഗ്നിപർവ്വത ദ്രവം തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് ഇഗ്നിയസ് റോക്ക്. കാർബൺ ഡയോക്സൈഡും കട്ടികൂടിയ സൾഫ്യൂരിക് ആസിഡിന്റെ മേഘങ്ങളും നിറഞ്ഞതിനാലാണ് അന്തരീക്ഷം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത്. സൂര്യനിൽ നിന്നും ശരാശരി 600 കോടി കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സൗരയൂഥത്തിലെ ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹമാണ് പ്ലൂട്ടോ. ഇതുവരേക്കും നാസയുടെ ന്യൂ ഹൊറൈസോൺസ് പേടകം മാത്രമാണ് പ്ലൂട്ടോയെ സന്ദർശിച്ചിട്ടുള്ളത്. 2006 വിക്ഷേപിച്ച ഈ പേടകം 2015 പ്ലൂട്ടോയുടെ അടുത്തുകൂടെ പറന്നുപോയി. പോകുന്നതിനിടയിൽ പ്ലൂട്ടോയുടെയും അതിൻ്റെ ഉപഗ്രഹങ്ങളുടെയും ചിത്രങ്ങൾ ന്യൂ ഹൊറൈസോൺസ് പകർത്തിയിരുന്നു. നമുക്ക് നിലവിൽ പ്ലൂട്ടോയെക്കുറിച്ച് അറിയാവുന്ന ഭൂരിഭാഗം വിവരങ്ങളും ന്യൂ ഹൊറൈസോൺസിൽ നിന്നും ലഭിച്ചതാണ്. ഇതിൽ നിന്നും ലഭിച്ച അതിമനോഹരമായ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് പ്ലൂട്ടോ നമ്മൾ വിചാരിച്ചിരുന്നതിനേക്കാൾ വ്യത്യസ്തമാണെന്ന് മനസ്സിലായത്. ന്യൂ ഹൊറൈസോൺസ് പ്ലൂട്ടോയുടെ വളരെ അടുത്തെത്തിയപ്പോൾ പകർത്തിയ സൂര്യാസ്തമയത്തിന്റെ ചിത്രമാണ് ഇത്. ചിത്രത്തിന്റെ വലതുഭാഗത്തിൽ സ്പുട്നിക് പ്ലനീഷ്യ എന്ന് പേര് നൽകിയിരിക്കുന്ന വളരെ വലിയൊരു സമതല പ്രദേശം കാണാം. ഇടതുഭാഗത്തിൽ കാണുന്നത് ടെൻസിംഗ് മോണ്ടസ് എന്ന പ്ലൂട്ടോയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരകളാണ്. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പോയിന്റിന് ബേസ് മുതൽ പീക്ക് വരെ 6200 മീറ്റേഴ്സിൽ കൂടുതൽ ഉയരമുണ്ട്. താരതമ്യേന പറഞ്ഞാൽ മൗണ്ട് എവറസ്റ്റിന്റെ ബേസ് മുതൽ പീക്ക് വരെയുള്ള ഉയരമെന്നത് 4600 മീറ്റേഴ്സ് ആണ്. ടെൻസിംഗ് മോണ്ടസ് മാത്രമല്ല, പ്ലൂട്ടോയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ശക്തി കുറവായതുകൊണ്ട് തന്നെ പ്ലൂട്ടോയിലുള്ള മിക്കവാറും എല്ലാ പർവ്വത നിരകളും ഇതുപോലെ ഉയരം കൂടിയവയാണ്. ഇതിനു പുറമെ മറ്റ് നിരവധി ചിത്രങ്ങളും ന്യൂ ഹൊറൈസോൺസ് പേടകം പകർത്തിയിരുന്നു. അതിലൊന്നാണ് പ്ലൂട്ടോയുടെ അന്തരീക്ഷത്തിനെ കാണാൻ സാധിക്കുന്ന ഈ ചിത്രം. നൈട്രജൻ, മീഥെയ്ൻ, കാർബൺ ഡയോക്സൈഡ് എന്നീ വാതകങ്ങളാണ് പ്ലൂട്ടോയുടെ അന്തരീക്ഷത്തിലുള്ളത്. സൂര്യാസ്തമയം കാണാൻ എത്ര മനോഹരമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നീലാകാശം പതിയെ ഓറഞ്ചും ചുവപ്പും കലർന്ന നിറമായി മാറുന്ന കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്നത് തന്നെയാണ്. എന്നാൽ സൂര്യാസ്തമയത്തിനെ നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല മറ്റ് ഗ്രഹങ്ങളിൽ നിൽക്കുമ്പോൾ കാണുന്നത്. 2015 നാസയുടെ ക്യൂരിയോസിറ്റി എന്ന മാർസ് റോവർ പേടകം ചൊവ്വയുടെ ഈ അതിമനോഹരമായ സൂര്യാസ്തമയത്തിന്റെ ചിത്രം പകർത്തി. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിൽ ആകാശം ചുവന്ന നിറമാകുന്നതിന് പകരം മാർസിന്റെ ആകാശം ഇളം നീല നിറമാവുകയാണ് ചെയ്യുന്നത്. മാർസിന്റെ ഉപരിതലവും അന്തരീക്ഷവുമൊക്കെ അയൺ ഓക്സൈഡ് അടങ്ങിയ പൊടിയാൽ നിറഞ്ഞതാണ്. ഇതുകൊണ്ടാണ് ചൊവ്വ ഒരു ചുവന്ന നിറത്തിലുള്ള ഗ്രഹമായി കാണപ്പെടുന്നത്. എന്നാൽ അതേ കാരണം കൊണ്ടാണ് അവിടുത്തെ സൂര്യാസ്തമയം നീല നിറമായിരിക്കുന്നത്. അതായത് ഈ പൊടികൾ സൂര്യപ്രകാശത്തിലെ മഞ്ഞയും ചുവപ്പും നിറത്തിന്റെ തരംഗങ്ങളെ മുഴുവൻ സ്കാറ്റർ ചെയ്യിക്കും. ബാക്കി നീലയോട് ചേർന്ന തരംഗങ്ങളാണ് നേരിട്ട് ഉപരിതലത്തിൽ പതിക്കുന്നത്. അങ്ങനെയാണ് അവിടുത്തെ സൂര്യാസ്തമയം നീല നിറമായിട്ട് കാണപ്പെടുന്നത്. നിഗൂഢതകളുടെ രാജാക്കന്മാരിൽ ഒന്നാണ് ബ്ലാക്ക് ഹോൾസ്. പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത അത്ര തീവ്രമായ ഗുരുത്വാകർഷണ ബലമുള്ള വസ്തുക്കളാണ് ബ്ലാക്ക് ഹോളുകൾ.
അവയിൽ നിന്നും പ്രകാശം പുറത്തു വരാത്തതുകൊണ്ട് തന്നെ അവയെ കണ്ടുപിടിക്കുക എന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവ മറ്റു ബഹിരാകാശ വസ്തുക്കളിൽ ചെലുത്തുന്ന ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനത്തിലൂടെയും അവയ്ക്ക് ചുറ്റുമുള്ള അക്രീഷൻ ഡിസ്കിലൂടെയും മാത്രമേ നമുക്കിവയെ കാണാൻ കഴിയുകയുള്ളൂ. ബ്ലാക്ക് ഹോളിന്റെ ചിത്രം പകർത്തുക എന്നത് ഏകദേശം അസാധ്യമായ കാര്യമായിരുന്നു. എന്നാൽ മനുഷ്യൻ അത് സാധ്യമാക്കുകയുണ്ടായി. 2019 ഒരു സംഘം ജ്യോതിശാസ്ത്രജ്ഞർ ചേർന്ന് ആദ്യമായിട്ട് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഈ കാണുന്ന ചിത്രം പകർത്തി. ലോകത്തിലെ പല ഭാഗങ്ങളിലുമായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന നിരവധി റേഡിയോ ടെലിസ്കോപ്പുകളിൽ നിന്നും ശേഖരിച്ച മുഴുവൻ ഡാറ്റയും ഒരുമിച്ച് ചേർത്താണ് ഈ ചിത്രം പകർത്തിയത്. ഈ ടെലിസ്കോപ്പുകളെയെല്ലാം ചേർത്ത് ദി ഇവന്റ് ഹൊറൈസോൺ ടെലിസ്കോപ്പ് എന്നാണ് പറയുന്നത്. ഏകദേശം 550 ലക്ഷം പ്രകാശവർഷങ്ങൾക്കകലെയുള്ള M87 എന്നൊരു ഗാലക്സിയുടെ മധ്യഭാഗത്തിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന്റെ ചിത്രമാണ് പകർത്തിയത്. ഈ ബ്ലാക്ക് ഹോളിന് നമ്മുടെ സൂര്യന്റെ 650 കോടിയിലധികം മാസ് ഉണ്ട്. ഇവന്റ് ഹൊറൈസോൺ പകർത്തിയ ഈ അത്ഭുതകരമായ ചിത്രത്തിൽ ആ ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള തിളങ്ങുന്ന അക്രീഷൻ ഡിസ്കിനെ കാണാൻ കഴിയും. മധ്യഭാഗത്തിൽ കാണുന്ന ഇരുണ്ട സ്ഥലമാണ് യഥാർത്ഥ ബ്ലാക്ക് ഹോൾ. അക്രീഷൻ ഡിസ്ക് കൂടാതെ ഈ ബ്ലാക്ക് ഹോളിന് മാത്രം ഏതാണ്ട് 3500 കോടി കിലോമീറ്റർ വ്യാസമുണ്ട്. എന്നുവെച്ചാൽ സൂര്യനിൽ നിന്നും പ്ലൂട്ടോ വരെയുള്ള ദൂരത്തിന്റെ 6 മടങ്ങ് ദൂരം. സൗരയൂഥത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രഹമായിട്ട് പലരും പരിഗണിക്കുന്നത് 6ാമത്തെ ഗ്രഹമായ സാറ്റേണിനെയാണ്. അതിന് ചുറ്റുമുള്ള വളയങ്ങൾ അതിമനോഹരമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വളരെ നേരിയ പൊടിപടലങ്ങളാലും ഐസ് കഷ്ണങ്ങളാലുമൊക്കെ നിറഞ്ഞതാണ് ഈ വളയങ്ങൾ. 1997 നാസയും ESAയും ISAയും ഒരുമിച്ച് ചേർന്ന് സാറ്റേൺ ഗ്രഹത്തിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കസീനി എന്ന പേടകത്തിനെ അയച്ചു. ഇത് 2013 കസീനി സാറ്റേണിന്റെ രാത്രി വശത്തിൽ പോയി പകർത്തിയ വിസ്മയകരമായ ഒരു ചിത്രമാണ്. മറുവശത്തിൽ നിന്നും വരുന്ന സൂര്യപ്രകാശം കാരണം ഇതിന്റെ മനോഹരമായ വളയങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സാധാരണ ചിത്രങ്ങളിൽ കാണാൻ കഴിയാത്തയത്ര മങ്ങിയതായ ഈ റിംഗ് എന്ന വളയവും ഈ ചിത്രത്തിൽ തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട്. വളയങ്ങളിൽ തട്ടി പ്രതിഫലിച്ച് സാറ്റേണിൽ പതിക്കുന്ന പ്രകാശവും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അത് മാത്രമല്ല, ഈ ചിത്രത്തിൽ നമ്മുടെ കുഞ്ഞു ഗ്രഹമായ ഭൂമിയെയും കാണാൻ കഴിയും. യൂറോപ്യൻ സ്പേസ് ഏജൻസി 2004 അയച്ച ഒരു പേടകമാണ് റോസെറ്റ. ഭൂമിയിൽ നിന്നും ഏകദേശം 17 കോടി കിലോമീറ്റർ ദൂരത്തിലുള്ള കോമറ്റ് 67P എന്നൊരു വാൽനക്ഷത്രത്തിൽ പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പേടകത്തിനെ അയച്ചത്. പേടകത്തിനുള്ളിൽ ഒരു ലാൻഡറും ഉണ്ടായിരുന്നു. കോമറ്റിന്റെ അടുത്തെത്തിയപ്പോൾ റോസെറ്റ ഈ ലാൻഡറിനെ കോമറ്റിലേക്ക് വിട്ടു. അത് കോമറ്റിന്റെ ഈ ദൃശ്യം പകർത്തി. ഇതിൽ ഉയരമുള്ള പാറകൾ കാണാം. ഒപ്പം കോമറ്റ് കറങ്ങുന്നത് കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള നക്ഷത്രങ്ങൾ താഴോട്ട് പോകുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. പിന്നെ മഞ്ഞ് വീഴ്ച പോലെ കാണുന്നത് ശരിക്കും അതിൻ്റെ ഉപരിതലത്തിലുള്ള പൊടികൾ പറക്കുന്നതാണ്. ഇതിൽ ഏത് ചിത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.